ഹായ്, ഞാൻ ശ്രീത്ത് മലബാർ ടെക്കാനുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇയോണിൻ്റെ ഗിയർ ലിവർ പ്ലേ ആണ്. ഗിയർ ലിവർ പ്ലേ കംപ്ലൈൻ്റ് ആണ് ഇന്ന് ഇയോണിനുള്ളത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇയോണ് 2 ടൈപ്പ് ഗിയർ റോഡ് വരുന്നതുകൊണ്ട് കേബിൾ വരുന്നതുകൊണ്ട്. കേബിൾ വരുന്നതിന് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരിക വെച്ചെന്ന് വെച്ചാൽ ഗിയർ ടൈറ്റാണ് വരിക. റാഡ് വരുന്നതിന് ഗിയർ പ്ലേ ആണ് കൂടുതൽ വരിക. റാഡ് മോഡൽ വെച്ചാൽ നമ്മളെ സാൻഡ്രോ സിങ്ങിൻ്റെ മോഡലാണ് റാഡ് വരുന്നത്. അപ്പോൾ ആ റാഡിൻ്റെ ഗിയർ ലിവർ കിറ്റാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂടാതെ തന്നെ ഗിയർ കേബിൾ വരുന്ന ഇയോണിൻ്റെ നമ്മൾ ഗിയർ ചെറിയ ടൈറ്റ് ഉണ്ട്, അതുകൂടി നമ്മളൊന്ന് ഗ്രീസിങ് ചെയ്യുന്നുണ്ട്. ഈ 2 വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വണ്ടി ജാക്കി വെച്ച് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഇയോണിൻ്റെ ഗിയറിൽ ലിവർ പ്ലേ. അപ്പോൾ നമ്മൾ ഗിയറിലേക്ക് ഇട്ടാലും ന്യൂട്രലാക്കിയാലും ഒരേ പോലെയാണ് ഉണ്ടാവുക. പ്ലേ ഒരുപാട് കൂടുതൽ, അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അതാണ് നമ്മളിന്ന് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ കൺസോൾ ബോക്സ് നമുക്ക് അയച്ചെടുക്കണം. അതിന് രണ്ട് ഭാഗത്തൊരു സ്ക്രൂ കാണും, ഒരു 10ൻ്റെ ബോൾട്ടും കാണും. അതിന് മുമ്പായിട്ട് നമ്മൾ ഗിയർ ലിവറിൻ്റെ നോബ് നമ്മൾ അയച്ചെടുക്കണം. അത് ത്രെഡിലാണ് ഉണ്ടാവുക. അതിനുശേഷം ഗിയർ ലിവറിനൊരു ബോട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബോട്ടിന് 4 12 ബോൾട്ട് കാണാം. ആ ബോൾട്ട് നമുക്ക് അയച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബോട്ട് പുറത്തേക്ക് എടുക്കാം. ഇതിന് നമ്മൾ അടിഭാഗത്തേക്കാണ് വരേണ്ടത്. അടിഭാഗത്ത് വന്നിട്ട് നമ്മൾ ഗിയർ ലിവർ റാഡ് കാണാം. ആ റാഡിനൊരു 14ൻ്റെ ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഷിഫ്റ്റർ റോഡിനേക്കിട്ട് അതിനൊരു കെട്ട് കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ടാവും. ആ കെട്ട് കമ്പി നമ്മൾ ഫസ്റ്റ് അയച്ചെടുത്ത് ഏകദേശം ആ ബോൾട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. ഷിഫ്റ്റർ റോഡും ഗിയർ ലിവറും തമ്മിൽ വേർപെടുത്താം. ഗിയർ ലിവർ റാഡ്. അതിനുശേഷം ഗിയർ ബോക്സിലേക്ക് ഒരു റാഡ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്, ഗിയർ ലിവർ മൗണ്ടിങ്ങിൻ്റെ. അപ്പോൾ അതൊരു 14ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ആ ബോൾട്ട് നമുക്ക് അയച്ചെടുത്തതിന് ശേഷം ഗിയർ ലിവർ ഫൗണ്ടേഷനിലൊരു 12ൻ്റെ 4 ബോൾട്ട് കാണും. ആ ബോൾട്ട് അയച്ചെടുത്തിട്ട് നമുക്ക് ഗിയർ ലിവർ സെറ്റ് മൊത്തമായിട്ട് നമുക്ക് പുറത്തേക്ക് അയച്ചു.
നമ്മൾ ഗിയർ ലിവർ കിറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പ്ലെയറിൽ നമുക്കിത് നോക്കാം. ഇതിനൊക്കെയാണ് കൂടുതലായിട്ട് പ്ലേ കാണുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബുഷ് നമുക്ക് മാറ്റാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് റിവെറ്റ് പഞ്ചിങ് മോഡലാണ് ഇത് വരുന്നത്. ബോൾട്ട് നെട്ട് ബോൾട്ടല്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഗ്രൈൻഡ് ചെയ്ത് കട്ടാക്കിയതിന് ശേഷം അത് തട്ടിയെടുത്തിട്ടാണ് നമ്മൾ പുതിയ ബോൾട്ട് മോഡൽ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നാണ് അത് വരുന്നത്, ബോൾട്ടല്ല. പിന്ന് മോഡൽ സാധനമാണ്. ഇതിന് ചെറിയ കിറ്റിന് 330 രൂപയാണ് വരുന്നത്. ഇതിൽ ഫുള്ള് വരില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് വേറെ കിറ്റ് ഇവിടെ ഉണ്ട്. ആ കിറ്റും കൂടി എടുത്തിട്ടാണ് നമ്മൾ ബാക്കി ആ ഗിയർ ലിവർ നമ്മളെ ഗിയർ ലിവർ നോബ് ഫിറ്റ് ചെയ്യുന്ന ആ റോഡിൻ്റെ ഒരു ബുഷ് വരുന്നുണ്ട് താഴെ. ആ ബുഷൊക്കെ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പിന്നെ നമുക്ക് അടിച്ച് ഊരിയെടുക്കണം. അതിനുശേഷം നമുക്ക് പുതിയ ബുഷ് നമുക്ക് ये नीचे साइड അപ്പോൾ നമ്മൾ ബുഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പഞ്ചിങ് അല്ല വരുന്നത്. നമ്മളൊരു പിന്നിട്ടതിന് ശേഷം ഒരു ക്ലിപ്പ് ജസ്റ്റ് ലോക്കാണ് വരുന്നത്. എത്രത്തോളം സേഫ്റ്റിയാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തത് സാൻഡ്രോസിങ്ങിന് ചെയ്തിരുന്നു. അതേ സെയിം മോഡൽ തന്നെയാണ്. പക്ഷേ നമ്മളതിന് വെൽഡിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തു. പക്ഷേ ഇതിന് വെൽഡിംഗ് ഒന്നും ചെയ്യുന്നില്ല. വെൽഡിങ് ചെയ്താൽ ഒരു ബോറ് പോലെ തോന്നിക്കുന്നതുകൊണ്ട് നമ്മൾ വെൽഡിങ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റേ ബുഷും കൂടി നമുക്ക് മാറ്റിയെടുക്കണം. ആ ജോയിൻ്റ് തന്നെ രണ്ട് ജോയിൻ്റ് വരുന്നുണ്ട്, 2 പിന്ന് വരുന്നുണ്ട്. ആ മറ്റേ പിന്നും കൂടി നമുക്ക് അയച്ച് മാറ്റണം.
അപ്പോൾ ഒരു 10ൻ്റെ 4 ബോൾട്ട് അയച്ചാൽ നമുക്ക് ഈ ഗിയർ ലിവർ നോബ് ഫിറ്റ് ആക്കുന്ന റാഡ് നമുക്ക് പുറത്തേക്ക് അയച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ റാഡിനും എന്താ പറയുക, ഒരു നമ്മളെ കയ്യിൻ്റെ ഒക്കെ ജോയിൻ്റ് പോലെ എല്ലാ ഭാഗത്തേക്കും ചലിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ മോഡൽ സാധനം കൊടുത്തിട്ടുണ്ട്. മാക്സിമം പോയ സാധനങ്ങൾ മാത്രമേ മാറ്റുന്നുള്ളൂ. കമ്പനി സാധനങ്ങൾ മാക്സിമം മാറ്റാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത് മാറ്റാനുള്ള കാരണം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഗിയർ ലിവർ മുകളിലോട്ടും താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ ഒരു പ്ലേ ഉണ്ട്. ആ പ്ലേ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബുഷ് മാറ്റുന്നത്. ഈ കറുത്ത ബുഷാണ് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. ഉള്ളത്തെ ബുഷിന് അത്ര വലിയ കുഴപ്പം കാണുന്നില്ല. ഈ കറുത്ത ബുഷിനാണ് ചെറിയ ഡാമേജ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആ കറുത്ത ബുഷ് മാറ്റാൻ വേണ്ടി പോവാണ്. നമ്മൾ ഗിയർ ലിവർ കിറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മൾ പ്ലേ നോക്കുകയാണ്. പ്ലേ എന്തായാലും കുറവാണ്. പ്ലേ ചെറിയതായിട്ടുണ്ട്, കാരണം 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെറിയ പ്ലേ ഉണ്ടാവും.
അപ്പോൾ നമ്മളിത് അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മൾ ഗിയർ ടൈറ്റുള്ള ഒരു ഇയോണാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ കേബിൾ വരുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഗിയറിൻ്റെ ലിവർ അയച്ചിട്ട് അതിനകത്ത് ഓയിലൊക്കെ ഗ്രീസൊക്കെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഒരുപാട് ഓടാതെ വെച്ചുകൊണ്ട് ഗ്രീസൊക്കെ ഡ്രൈ ആയിപ്പോയി. അതിന് ശേഷം നമുക്ക് ഗിയർ ടൈറ്റ് വന്നത് നമുക്ക് ജസ്റ്റ് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. അത്രമാത്രമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇയോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരാഴ്ച ഇതേ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.